ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശുനാഥൻ സിനഗോഗിൽ പ്രവേശിച്ച് അവിടെ അവരെ പഠിപ്പിക്കുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയിച്ചു. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ സംസാരിച്ചത്. ആ സിനഗോഗിൽ ഒരു പിശാച് ബാധിതനുണ്ടായിരുന്നു. അവൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, നസ്രായനായ യേശുവേ, നീ എന്തിനെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അവനോട് നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവനെ വിട്ടുപോകാൻ യേശു കൽപ്പിക്കുന്നു. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവനെ തള്ളിവീഴ്ത്തി ആ പിശാച് ബാധിതൻ അവനെ വിട്ടുപോകുന്നു. ജനങ്ങളെല്ലാം വിസ്മയഭരിതരായി നിൽക്കുന്നു. ഈ ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് തിരുസഭ മാതാവ് നമുക്ക് നൽകുന്നത്. യേശുവിൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയിച്ചു എന്ന് പറയുന്നു. കാരണം അധികാരമുള്ളവനെ പോലെയാണ് അവൻ സംസാരിച്ചത്. എന്താണ് ഒരു ക്രിസ്ത്യൻ ആധികാരികത എന്ന് പറഞ്ഞാൽ? സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് സ്പിരിച്വൽ ഫാദർ ഇപ്രകാരം ഒരു ഉപദേശം നൽകിയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ ഇടയിലേക്ക് അനേകം ജനങ്ങൾ കടന്നു വരും, പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട്. നമ്മൾ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. എന്നാൽ അവർ ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരായി തീരുന്നത് നമ്മൾ ദൈവത്തിനെ അറിയുന്ന വ്യക്തികളെന്ന നിലയിലാണ്. നമ്മൾ ദൈവത്തിനെ അറിഞ്ഞ് ദൈവത്തിൽ ജീവിക്കുമ്പോൾ ആ ഒരു സ്വർഗീയ അനുഭവം അവർ നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയുമ്പോഴാണ് അവർക്ക് കൂടുതൽ സന്തോഷമുണ്ടാവുക എന്ന്. ഓരോ ക്രിസ്ത്യാനിയുടെയും യഥാർത്ഥമായ ക്രിസ്ത്യൻ ഒതൻറ്റിസിറ്റി എന്താണ്? ആ ഒരു ചിന്തയിലേക്കാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ നയിക്കുന്നത്. നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും എന്നാൽ ക്രിസ്തീയമല്ലാത്ത ജീവിത രീതി കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ എപ്രകാരമാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന് ഒരു ഒതൻറ്റിസിറ്റി, ആധികാരികത കൈവരിക? പിശാച് ബാധിതൻ സിനഗോഗിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് എന്നാണ് പറയുക. കാരണം അയാൾ മാസങ്ങളോളം, വർഷങ്ങളോളം ഒരുപക്ഷെ സിനഗോഗിലെ പ്രാർത്ഥനകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നിരിക്കാം. എന്നാൽ അദ്ദേഹത്തിന് വലിയ കുറവുണ്ടായിരുന്നു. പിശാച് ബാധിതമായ ഒരു വിശ്വാസത്തെ യേശു സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷം. മാർക്കോസിൻ്റെ സുവിശേഷം നമുക്കറിയാം, ഏറ്റവും ആദ്യമായിട്ട് എഴുതപ്പെട്ട സുവിശേഷമാണ്. മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ യേശുവിൻ്റെ ഏറ്റവും ആദ്യത്തെ അത്ഭുതം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം പിശാച് ബാധിതമായ ഒരു വിശ്വാസത്തെയാണ് യേശുനാഥൻ സൗഖ്യപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഒരു ചൂണ്ടുപലകയാണ്. നമ്മൾ ആരാധനക്രമത്തിൻ്റെ ആരംഭ ആഴ്ചകളിലായിരിക്കുമ്പോൾ തന്നെ യഥാർത്ഥമായ ഒരു വിശ്വാസതലത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. സിനഗോഗിൽ സാധാരണമായി വന്നുകൊണ്ടിരുന്ന ആ വ്യക്തി നമ്മളെ ഓരോരുത്തരെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. നമ്മളും എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചകളിലൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. കുടുംബ പ്രാർത്ഥന ചെല്ലുന്നവരാണ്. കുദാശകൾ സ്വീകരിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ വിശ്വാസം സക്രാരിയിൽ അടച്ചിട്ട ഒരു വിശ്വാസമായി മാത്രം മാറുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഏതെല്ലാം മേഖലകളിലാണ് യേശുനാഥൻ പിശാച് ബാധിതമായ ഒരു വിശ്വാസത്തെ സൗഖ്യപ്പെടുത്തുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഏറ്റവും ആദ്യമായിട്ട് ആ മനുഷ്യൻ്റെ വാക്കുകളാണ്, നസ്രായനായ യേശുവേ, നീ എന്തിനെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? പലപ്പോഴും നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ബഹുഭൂരിപക്ഷം വ്യക്തികളും കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യമാണിത്. നമ്മൾ കുദാശകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, ബൈബിൾ വളരെ ഭക്തിപൂർവ്വം വായിക്കുമ്പോൾ, മറ്റെല്ലാ കർമ്മങ്ങളിലും സഭ അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും അതേപടി പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പോലും അത് നമ്മുടെ ജീവിതത്തിനെ സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ജനുവരി മാസങ്ങളിൽ എല്ലാ പള്ളികളിലും വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന മാസമാണ്. എന്നാൽ ആ ഒരു ആഘോഷം വഴിയായിട്ട് ആ മഹാവിശുദ്ധൻ്റെ ഏതെങ്കിലും ഒരു ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് പകർത്താൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ എന്തുമാത്രം ധ്യാന പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു, എന്നാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും ഉംബെർട്ടോ എക്കോ എന്ന തത്വചിന്തകൻ പറയുന്നത് പോലെ വിശ്വാസപരമായ ജീവിതത്തെയും
അവിശ്വാസപരമായ ജീവിതത്തെയും ഒരുമിച്ച് ചേർത്ത് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് വളരെ ആയാസമായി ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന്. ഇപ്രകാരമുള്ള ഒരു ജീവിത രീതിയാണ് പലപ്പോഴും നമ്മൾ കൈക്കൊള്ളുക. വിശ്വാസം ഒരു വശത്ത്, എന്നാൽ നമ്മുടെ ജീവിത രീതി മറ്റു വശത്ത്. നീ എന്തിനെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നാണ് പിശാച് ബാധിതൻ ചോദിക്കുന്നത്. പലപ്പോഴും നമ്മൾ ലോകത്തിൻ്റെ നാനാവിധമായ പ്രശ്നങ്ങളോട് നിഷ്ക്രിയമായ മൗനത്തോടെ ഇടപെടുന്ന വ്യക്തികളാണ്. ഇതുതന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായി വിശ്വാസത്തെ പകർത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ മനുഷ്യാവതാരം നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതുതന്നെയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. യഥാർത്ഥമായ ക്രിസ്ത്യൻ ഒതൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വക്താക്കളായി മാറിക്കൊണ്ട് ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായി തീരണം. മനുഷ്യാവതാരത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നതുപോലെ നമ്മളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ഒരു ദൈവിക സാന്നിധ്യമായി മാറുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ അവിടുന്ന് പ്രകാശിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ എടുത്തു കളയുകയല്ല, മറിച്ച് ആ പ്രശ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ധൈര്യവും പ്രകാശവും അവിടുന്ന് നമുക്ക് പകർന്നു നൽകുന്നു. ആ ഒരു വിശ്വാസ തലത്തിലേക്ക് നമ്മുടെ വിശ്വാസം ആഴപ്പെടുവാനുള്ളൊരു അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പിശാച് ബാധിതമായ ഒരു വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ മേഖലയായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുക, നീ ഞങ്ങളെ നശിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന പിശാച് ബാധിതൻ്റെ ചോദ്യമാണ്. ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്രകാരം ചിന്തിക്കുന്ന വ്യക്തികളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദൈവം നമ്മളെ നശിപ്പിക്കാൻ വരുന്നു. കടലിൽ തിരമാലകളുണ്ടായി വഞ്ചി മുങ്ങുവാൻ പോകുമ്പോൾ യേശുനാഥൻ അകലെ നടന്നു വരുന്നതായിട്ട് ശിഷ്യന്മാർ കാണുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് അതൊരു ഭൂതമായിരിക്കുമെന്നാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ തങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുക. എന്നാൽ യേശുനാഥൻ അവരുടെ വള്ളത്തിലേക്ക് കയറി കഴിയുമ്പോൾ കാറ്റ് ശമിക്കുന്നു, കടൽ ശാന്തമാകുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്, അങ്ങ് ദൈവപുത്രനാകുന്നുവെന്ന്. യേശുവിനെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ യേശു നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മളെ രക്ഷിക്കുവാനും നമ്മൾക്ക് സന്തോഷം പകരുവാനുമാണ് വന്നിരിക്കുന്നതെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ നാനാവിധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയല്ല, മറിച്ച് യേശുവിൻ്റെ സാന്നിധ്യം പ്രാർത്ഥനയോടുകൂടി നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ അവിടെയാണ് നമ്മൾക്ക് യഥാർത്ഥമായ സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. ആഫ്രിക്കയിലെ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾക്കെതിരായി ഒത്തിരിയധികം മതപീഡനം നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ ഇലോറിയ ഡയസിലെ ഒരു ബെനഡിക്റ്റൻ മൊണസ്റ്ററിയിൽ നിന്നും 3 സഹോദരന്മാരെ അവർ തട്ടിക്കൊണ്ടുപോയി. ഒരു വലിയ ഭീമമായ ഒരു തുകയാണ് അവർ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത്. ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന $US. അവർ ചെയ്ത നിഷ്ഠൂരമായ ഒരു പ്രവൃത്തി 5 ദിവസങ്ങളോളം അവരെ നടത്തി എന്നുള്ളതാണ്. ചെരുപ്പുകൾ ധരിപ്പിക്കാതെ കല്ലും മുള്ളും നിറഞ്ഞ കാട്ടുപാതയിലൂടെ അവർ 5 ദിവസത്തോളം അവർ നടത്തി. അതിൽ ഒരാൾക്ക് കാലിൽ പരിക്ക് പറ്റിയപ്പോൾ നടക്കാൻ വയ്യാതെയായി. അപ്പോൾ ആ ബ്രദറിനെ അവർ വെടിവെച്ച് കൊല്ലുകയും അയാളെ ഒഴുകുന്ന ഒരു പുഴയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. നിഷ്ഠൂരരായ ആ ഘാതകരിൽ നിന്നും രക്ഷപ്പെട്ട മറ്റു 2 പേർ, അതിലൊരാൾ പറയുന്ന ദൈവാനുഭവം ഇപ്രകാരമാണ്: ഞങ്ങളെ താങ്ങി നിർത്തിയത് ഞങ്ങൾ ഹൃദയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ ഒരു ശക്തിയാണ് ഞങ്ങളെ ജീവനോടെ താങ്ങി നിർത്തിയതെന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ നശിപ്പിക്കാൻ വരുന്ന ഒരു ദൈവമല്ല. നമ്മുടെ ജീവിതാവസ്ഥയിൽ നമ്മൾ കഠിനമായ പ്രയാസങ്ങളിലൂടെയും വേദനയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കണം. അത് യഥാർത്ഥമായ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. പിതാവേ, എന്തിനെന്നെ നീ കൈവിട്ടു എന്ന് ചോദിക്കുന്ന വ്യക്തി കുറച്ചു കഴിഞ്ഞ് ഇതാ ഞാൻ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന വിശ്വാസത്തിൻ്റെ ആഴങ്ങളുള്ള വാചകം പറയാനായിട്ട് സാധിക്കുന്നു. ഇപ്രകാരമുള്ള വചനങ്ങൾ പറയുവാൻ നമുക്കുമാകട്ടെ. നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ കർത്താവിനെ മുറുകെ പിടിച്ചു കൊണ്ടുപോകുവാനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചബാധിതമായ വിശ്വാസത്തിൻ്റെ 3ാമത്തെ തലം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്:
എനിക്കറിയാം നീ ആരാണെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധൻ. പലപ്പോഴും നമ്മുടെ വിശ്വാസം അറിവുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. അതിനപ്പുറത്തേക്ക് ജീവിതചര്യയായിട്ട് ആ വിശ്വാസം മാറുന്നില്ല. അറിവുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്, ദൈവത്തിനെ അറിയുന്നു എന്നതിൽ നീ അഹങ്കരിക്കേണ്ട. കാരണം ആ അറിവ് പിശാചിൻ്റെ അറിവിനോളമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാത്ത ദൈവികമായ അറിവ് അതിൽ തന്നെ നിഷ്ഫലമാണ്. ആഴമേറിയ ആത്മീയതയാണ് വിശ്വാസം. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിലും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾക്ക് മുമ്പിലും കർത്താവിൽ ആശ്രയിക്കുവാനുള്ള ആഴമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് വലിയൊരു മലയിൽ നിന്നും നമ്മൾ എടുത്തു ചാടുന്ന തുല്യമാണ്. താഴെ എന്താണെന്ന് നമ്മൾക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, താഴെ നമ്മെ താങ്ങുന്ന ദൈവത്തിൻ്റെ കരമുണ്ടാകുമെന്നുള്ളത്. ഇപ്രകാരമുള്ള ഒരു ആഴമായ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരട്ടെ. പിശാച് ബാധിതമായ വിശ്വാസം നമുക്ക് ഉപേക്ഷിക്കാം. നീ എന്തിനെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. നീ ആരാണെന്ന് എനിക്കറിയാം എന്ന് പിശാച് സ്വയം പ്രഘോഷിക്കുന്ന ഒരു വിശ്വാസമല്ല നമുക്കുണ്ടായിരിക്കേണ്ടത്. ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളെ നശിപ്പിക്കുകയല്ല. പീഡനങ്ങളും സഹനങ്ങളും കടന്നു വരുമ്പോൾ ആ ദൈവത്തിൻ്റെ ശാപമല്ല, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന സ്നേഹസമ്മാനങ്ങളാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഉയരാൻ നമ്മൾക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ. സക്രാരിയിൽ മാത്രം അടച്ചിടപ്പെടുന്ന ഒരു വിശ്വാസമല്ല നമുക്കുണ്ടായിരിക്കേണ്ടത്. അതിൽ നിന്നും ഊർജം ശേഖരിച്ചുകൊണ്ട് ദൈവികമായ തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലെയും ഉയർത്തുവാൻ സാധിക്കുന്ന പര്യാപ്തമായ ഒരു വിശ്വാസം നേടുവാനുള്ള കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.